പഠിക്കുന്ന വലിയതോ സ്ഥലത്താ അൽഹംദുലില്ലാ പഠിക്കണ്ടല്ലോ അല്ലേ. നടക്കുന്ന മോളെ നിന്നെ ഒതുക്കത്തിൽ കഥയിലെ റാണിയാക്കാം. ആള് പഠിക്കുന്ന വലിയതോ സ്ഥലത്താ. ഞാൻ പഠിച്ചൊക്കെ കഴിഞ്ഞേ അത് പെണ്ണട്ടത് കെട്ടാത്തോണ്ട് പെട്ടെന്ന് സ്ലിപ്പ് കിട്ടാത്തോണ്ട്. ഞാൻ ഖത്തറിലെ പോലീസിലായിരുന്നു. മദനി അസ്കരി എന്നുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല, അവിടെ ഉള്ള ആൾക്കാർക്ക് മനസ്സിലാവും. ലാസ്റ്റ് 2 വീക്സ് ഒക്കെ ഞാൻ ട്രോമയിലായിരുന്നു. അവസാനം ഇവര് വിടാണ്ടായപ്പോ ഞാൻ ആ കടുങ്ക എടുത്തു. അപ്പൊ എവിടെയൊക്കെ എനിക്ക് തൊപ്പിനെ പോലെയൊക്കെ തോന്നുന്നുണ്ട്. തൊപ്പി എന്റെ ഏട്ടനാണ്. പിന്നെ അതെ, ഇജാതി പുട്ടത്തി എല്ലാരും ഇത് പറയൂ. എന്നെ കണ്ട തൊപ്പിനെ പോലെ ഉണ്ട്, ഡാബ്സിനെ പോലെ ഉണ്ട്, ദുൽഖർ സൽമാനെ പോലെ. സോറി, കൂടുതൽ വള്ളി കെട്ട് വള്ളി വള്ളി കെട്ട് ഇവളെ ഞാൻ അടിക്കും. 3 ഇടയ്ക്ക് അവളെ അടിക്കും. ഒന്നിക്കില്ല മെഹർ എല്ലാം ഋഷി ഇവിടെ കിടത്തി ഉറക്കും. ഞാൻ നിന്റെ സ്ത്രീ പീഡനം ഞാനിത് എടിയാ ബന്ധപ്പെട്ടെ. അപ്പൊ ഞാൻ പുറത്തിറങ്ങുമ്പോ മറ്റേ സാധനം ആയിരിക്കും, മറ്റേ നീലക്കുയിൽ മീഡിയ എല്ലാം വന്നിട്ട് മറ്റേ സാധനം കൊടുക്കാൻ വേറെ പിടിപ്പിച്ചു സുഖമില്ല. സത്യം ഇവർക്ക് സുഖമില്ല. അപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് കണ്ട് ഓള മോന്ത കണ്ടപ്പോ തന്നെ കണ്ണടിച്ചു പോയി. ഇതെന്ത് സാധനം, മൊയന്തല്ല മമ്പോത്തല്ല കുരിപ്പല്ല. ഹാർവിയോറ, the exclusive collection of adenium plants. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഹലോ, എല്ലാവർക്കും നമസ്കാരം. മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ചക്കമ്പക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ചക്കമ്പക്കത്തിൽ എന്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ള ഗസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ആള് പഠിക്കുന്ന വലിയതോ സ്ഥലത്താ. ഞാൻ പഠിച്ചൊക്കെ കഴിഞ്ഞേ. ഞാൻ അധികം വലിയ എന്താ പറയാ ഇൻട്രൊഡക്ഷൻ ഒന്നും വേണ്ടായിരിക്കും, എല്ലാവർക്കും അറിയായിരിക്കും. ഒരുപാട് സ്നേഹത്തോടെ വെൽക്കം ചെയ്യുന്നു റിഷാൻ. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമുക്ക് ആ ഒരു പാട്ട് പാടി തന്നെ തുടങ്ങിയാലോ? ഓ പാടാം. നമുക്ക് ആ പോഷൻ പാടാം. മറ്റേ പഠിക്കുന്ന വലിയതോ സ്ഥലത്താ. പഠിക്കുന്ന വലിയതോ സ്ഥലത്താ അൽഹംദുലില്ലാ പഠിക്കണ്ടല്ലോ അല്ലേ. ഹൈറ് അടക്കത്ത് നടക്കുന്ന മോളെ നിന്നെ ഒതുക്കത്തിൽ കഥയിലെ റാണിയാക്കാം. അത് കഴിഞ്ഞോളപ്പം ജീവിച്ച് തീർത്താല് ഭൂമിയിലെ സ്വർഗം ഞാൻ പൊരയിലാക്കും. കൽക്കണ്ട കനിയെ കരളിന്റെ കഷ്ണെ ഉമ്മാന്റെ മരുമോളായി പോരുന്നോ നീ. ഞാനൊച്ച മോന നാദാർത്തുന്നാന്ന് വലിയില്ല കുടിയില്ല ചൊത്തയല്ല. പണി നല്ല ജോറ ഒരു മുറിപ്പീടിയ ഉമ്മാന്റെ പൊരയുടെ പയ്യാമ്പത്ത. അങ്ങനെ അടിപൊളി. അപ്പൊ എല്ലാവർക്കും ഉള്ള സംശയമായിരിക്കും ഏതാണ് ഈ ഓള് അല്ലെങ്കിൽ ആരാണ് ഈ ബീവി എന്നുള്ളത്. അങ്ങനെ ബേബി ഒന്നും ഇല്ല മോളെ. ഇല്ല, ഞാൻ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയുന്നത് ഐ ഡോണ്ട് കെയർ. ഇല്ല, അതുകൊണ്ടാണ് ബീവി ഇല്ല, സിംഗിൾ ആണ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഇപ്പം ലിറിക്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു മീനിങ് അല്ലെങ്കിൽ ഒരു സ്റ്റോറി കൺവേ ചെയ്യുന്ന പോലത്തെ ലിറിക്സ് ആണ്. അപ്പൊ എങ്ങനെയാണ് അങ്ങനത്തെ ലിറിക്സ് സെലക്ട് ചെയ്യുന്നത്? സെലക്ട് ചെയ്യും മീൻസ് ഞാൻ എനിക്കൊരു സ്റ്റോറി ടെല്ലിംഗ് മൂഡ് ഒരു സാധനം എഴുതണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ എഴുതിയതാണ്. ലൈക്ക് എന്തായാലും പ്രേമത്തിന്റെ ഒരു സാധനമാണ്. പിന്നെ അത് ഒരു പ്രേമം ക്ലീശ ആ മൂഡ് പിടിക്കാണ്ട് കുറച്ചും കൂടി ഒന്ന് ആൾക്കാർക്ക് പെട്ടെന്ന് ഒരു രസത്തിൽ കേട്ടിരിക്കാൻ പറ്റിയ ഒരു കഥ പോലത്തെ ഒരു സാധനം. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഉപകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഒരു പ്രാവശ്യം കേട്ട് കഴിഞ്ഞാൽ രണ്ടാമത്തെ പ്രാവശ്യം കേൾക്കാനുള്ള ഒരു ത്വര വരണം. അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയത്. നമ്മൾ എല്ലാ ജോണറും നോക്കും, ഞാൻ എല്ലാ ജോണറും നോക്കും. അപ്പൊ ആ ഒരു ജോണറിൽ ഇപ്പൊ ഒരു സാധനം കൊടുത്താൽ അത് ഇനിയിപ്പം വേറെ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അതും അതുപോലത്തെ ഒക്കെ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇനി വരുന്നതൊക്കെ ഏതാ, ഈ ഒരു മൂഡാണോ? അല്ല, എല്ലാ ടൈപ്പും ഉണ്ട്. അല്ല, ഈ ബീവി വന്നതിന് ശേഷം ലൈഫിൽ ഉണ്ടായ ചേഞ്ചസ് എന്തൊക്കെയാ? ഫ്രഷ് ചോദ്യം. എന്റെ അടുത്ത് ആദ്യം മെഹർ പറഞ്ഞതെന്ന് പറഞ്ഞാല് മെഹർ പറഞ്ഞെന്ന് പറഞ്ഞാല് ഞാൻ ഫ്രഷ് ചോദ്യം ചോദിക്കാം, ബീവി ഉണ്ടോ എന്നുള്ള ചോദ്യം ചോദിക്കാന്ന്. അതിനൊക്കെ ഞാനൊരു 900 ഇന്റർവ്യൂ കൊടുത്തു. അതിൽ എല്ലാരും ചോദിച്ച ചോദ്യമാണ് പ്രിപ്പയർ ചെയ്ത് വന്നത്. അല്ല, എന്നാലും അത് എല്ലാവർക്കും അറിയണമായിരിക്കുമല്ലോ. നേരത്തെ പറഞ്ഞ. അപ്പൊ എന്തായാലും ചോദിച്ചേ ബീവി കാരണം ലൈഫിൽ നല്ല ചേഞ്ചസ് ഉണ്ട്. ലൈക്ക് ഇപ്പൊ ഒരുത്തൻ്റെ ആരോട് അങ്ങ് പോകുമ്പോ എടാ മറ്റേ ചെങ്ങായും ബീവി അതാ പോന്നു പറയാ. ഞാൻ അവന്റെ ബീവി ആയിട്ടുണ്ട്. ആ മൂടാണ്. ലൈക്ക് എല്ലാവർക്കും ബീവി എന്ന പേരിലാണ് എന്നെ ഇപ്പൊ അറിയുന്നത്. പക്ഷെ ഞാൻ മുന്നേ വീഡിയോസും കാര്യങ്ങളും ചെയ്ത് വന്നതാണ്. അതൊക്കെ ആൾക്കാർ മറന്ന് ഇപ്പൊ ബീവി ആണ് മെയിൻ. പക്ഷെ അൽഹംദുലില്ലാ ഹൈറ് എല്ലാത്തിനും അൽഹംദുലില്ലാ ഹൈറ്. ഓക്കെ, അപ്പൊ മുമ്പ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് ലൈവ് ഷോസ് ചെയ്യാൻ വേണ്ടിട്ട് ഇഷ്ടമാണ്. ലൈക്ക് കൂടുതലും എനിക്ക് തോന്നുന്നു ലൈവ് ഷോസ് ഇപ്പൊ ഒരുപാട് നമ്മൾ ലൈവ് ഷോസ് ഒക്കെ ചെയ്ത് കാണുന്നുണ്ട്. ഇന്നലെ ഒരു ലൈവ് ഷോ ചെയ്തില്ലേ? ഇന്നലെ ലൈവ് ഷോ അല്ല, അത്
ED എന്ന് പറഞ്ഞ എക്സ്ട്രാ ഡീസന്റ് എന്ന് പറഞ്ഞ മൂവിയുടെ ഒരു പ്രൊമോഷന്റെ അതിൽ ഞാനൊരു സോങ് ചെയ്തിട്ടുണ്ട്. ലിറിക്സും വോക്കൽസ് ഒക്കെ ഞാൻ കൊടുത്തിട്ടുള്ള ഒരു പരിപാടി അന്ന് ഒരു ഗംഭീര സാധനമാണ്. സോ അതിന്റെ ഒരു പ്രൊമോഷന്റെ ഒരു ഓഡിയോ ലോഞ്ച് ഉണ്ടായിരുന്നു, അതിന് പോയതാണ്. അപ്പൊ എന്നെ ഡയറക്ടർ പാടിപ്പിച്ചതാണ് ആ സാധനം. അങ്ങനെ അങ്ങ് പാടിയതാണ്. എവിടെ പോയാലും ഇത് പാടണം, അതാണ് മെയിൻ. ബീവിക്കാണ് എന്നെ വിളിക്കുന്ന ആൾക്കാർ, അത് കേൾക്കാൻ വേണ്ടിട്ടാണ് തോന്നുന്നുണ്ടല്ലേ. ഓക്കെ, അപ്പം എല്ലാവർക്കും അറിയേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ എങ്ങനെയാണ് ഖത്തറിലെ പോലീസുകാരൻ നമുക്ക് മലയാളികൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന റാപ്പർ ആയത്? ഖത്തറിലെ പോലീസുകാരൻ എന്ന് പറയുമ്പോൾ ആൾക്കാർ ഇങ്ങനെ ഊക്കി വിടുന്നുണ്ട്, ബട്ട് ഐ ഡോണ്ട് കെയർ. പക്ഷെ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഖത്തറിലെ പോലീസിലായിരുന്നു. മദനി അസ്കരി എന്നുണ്ട്, അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല, അവിടെ ഉള്ള ആൾക്കാർക്ക് മനസ്സിലാവും, കണക്ട് ആവും. മദനി അസ്കരി ഉണ്ട്. അസ്കരി മീൻസ് റിയൽ അവിടെ ജനിച്ചിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സിറ്റിസൺഷിപ്പ് കിട്ടിയ ആൾക്കാർക്കേ അത് കിട്ടുള്ളൂ. മദനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓഫീസ് വർക്ക് ആയിരിക്കും. ഞാൻ ഗ്രാഫിക് ഡിസൈനർ ആണ്. സോ പോലീസായിട്ടുള്ള ബന്ധം തന്നെ, യൂണിഫോമും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ പോലും മദനി അസ്കരിയാണ്, 2 ടൈപ്പാണ്. അസ്കരിയും മദനിയും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൈപ്പാണ്. അപ്പൊ അതിൽ മദലിയാണ് ഞാൻ. അത് ആൾക്കാർക്ക് അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും പിന്നെ പുറത്തുള്ള GCC കൺട്രീസിലുള്ള ആൾക്കാർക്കും ഇത് മനസ്സിലാവും. ഇനി പോലീസാന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോ കാണുന്ന സെലൂട്ട് ചെയ്യണ്ട. ഓക്കെ, അപ്പൊ അത് അത്യാവശ്യം ഗവൺമെന്റ് ജോബാണ്, ഹൈലി പേയിങ് ജോബാണ്. അപ്പൊ അത് ക്വിറ്റ് ചെയ്തിട്ട് ഈ റാപ്പർ ആ ഒരു ഫീൽഡിലോട്ട് ഇറങ്ങുമ്പോൾ എനിക്ക് ആ ജോബ് എന്ന് പറഞ്ഞത് ഞാൻ കാര്യമായിട്ട് ഒരു 3 മാസം ആയപ്പോ എനിക്ക് മനസ്സിലായത് എനിക്ക് പറ്റിയ പണിയല്ല. എന്നിട്ട് ഞാൻ 2.5 വർഷം അവിടെ നിന്ന്. ബിക്കോസ് എനിക്ക് സ്റ്റേബിൾ ആണ്, ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണ്. അപ്പൊ എത്ര വർഷം? 2.5 years ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ട്. എന്തേലും ഒന്ന് വായത് കിട്ടാൻ കാത്തതാച്ചിരിക്ക. അപ്പോ നമ്മൾ പറഞ്ഞോണ്ടിരുന്നത് അതെ വിഷയത്തിൽ മാറി. അപ്പൊ അയ്യോ ഞാൻ അതിന്റെ കാര്യം മറന്ന്. എന്തായിരുന്നു? അല്ല, ഞാനേ ഇന്റർവ്യൂ തുടങ്ങുന്ന അസ്സലാമലൈക്കും പറയണമെന്ന് വിചാരിച്ചു. അതിപ്പോ ഇല്ലെങ്കില അയ്യോ അത്ര വലിയ മുസാബിന്റെ അശ്നായല്ലേ നീ. സോ നമ്മൾ പറഞ്ഞു തീർക്കട്ടെ. വലൈക്കും അസ്സലാം. ഇതിപ്പോ മറ്റേ ഞാൻ ഒരു പഴഞ്ചൊല്ലുണ്ട്, അപ്പൊ ഇവിടെ പറഞ്ഞൂടത്. അപ്പൊ എന്തായിരുന്നു ഈ ഫ്ലോ കളഞ്ഞല്ലേ ഇവള്. 2.5 വർഷം 2.5 വർഷം അവിടെ പണിയെടുത്തിട്ടുണ്ട്. അപ്പൊ 2.5 വർഷം പണിയെടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓർമ്മിപ്പിക്കല്ലേ, ലാസ്റ്റ് 2 weeks ഒക്കെ ഞാൻ ട്രോമയിലായിരുന്നു. ഈ രാത്രി വീട്ടിലെത്തി കഴിഞ്ഞാൽ നിന്ന് കരുവ എനിക്ക് പണിക്ക് പോയിട്ട് ആ മൂടായിരുന്നു. അങ്ങനെ അവസാനം ഇവര് വിടാണ്ടായപ്പോ ഞാൻ ആ കടുങ്കൈ എടുത്തു. ഞാൻ എമർജൻസി ലീവ് അടിച്ചിങ്ങ് പോകുന്നു, പിന്നെ തിരിച്ചു പോയില്ല. അങ്ങനെയാണ് പിന്നെ റാപ്പറായിട്ട്. ഞാൻ മുന്നേ റാപ്പ് ചെയ്തോണ്ടിരുന്നതാണ്. ഞാൻ എന്റെ അർബാബ് എന്ന് പറഞ്ഞൊരു എന്റെ ഫസ്റ്റ് ചൈൽഡ് ഉണ്ട്. അപ്പൊ അത് ഞാൻ ഖത്തറിനാണ് ചെയ്യുന്നത്. അത് അവിടെ നിന്ന് തന്നെ ചെയ്തിട്ട് ആ ടൈമിലൊക്കെ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. ആൾക്കാരെ വിചാരം ഞാൻ ഒരു പണിക്കും പോകാണ്ട് ഇങ്ങനെ പാട്ടും പടി നടക്കുന്നതാണ്. പക്ഷെ അല്ല, അങ്ങനെ അയ്യോ സോറി അല്ലേ, ക്യാമറ പെട്ടെന്ന് മൈൻഡ് ആക്കി പോയി, സോറി. അപ്പോ അങ്ങനെ ഇരിക്കെ ഞാനത് റിലീസ് ചെയ്തപ്പോ ഞാനത് അത്ര പ്രതീക്ഷിക്കില്ല അത്ര കരി കൊളുത്തുന്നു. പക്ഷെ അത് കരി കൊളുത്തി. അത് എന്തൊക്കെയോ ഒരുപാട് കോൺട്രവേഴ്സിയും കാര്യങ്ങളൊക്കെ അത് ഞാൻ അങ്ങനെ പറഞ്ഞല്ലോ. കോൺട്രവേഴ്സി എന്നല്ല, ഒരു 50-50% ആൾക്കാർ അനുകൂലിച്ചും പ്രതികൂലിച്ചിട്ടുള്ള ഒരു വേർഡാണ്. ലൈക്ക് മറ്റേ പെങ്ങമാരെയൊക്കെ ചോദിച്ച കാശിന് വിട്ടുവയ്ച്ചു എന്നുള്ളത്. അത് നോർമലി കേട്ട് കഴിഞ്ഞാൽ ഇൻഡയറക്റ്റ് ആയിട്ട് ഡയറക്റ്റ് മറ്റേ ലൗഡായിട്ട് പറഞ്ഞതാണ്. ഇൻഡയറക്റ്റ് ആയിട്ട് ലൗഡ് ആൻഡ് ക്ലിയർ ആയിട്ട് പറഞ്ഞതാണ്. അഫ്കോഴ്സ് ഇപ്പൊ അങ്ങനെയാണ് നടക്കുന്നത് നാട്ടില്. സോ അത് അങ്ങനെ പറഞ്ഞപ്പോ അത് ഞാൻ അങ്ങനെയല്ല എഴുതിയത്. പക്ഷെ അത് അങ്ങനെ എഴുതിയിട്ട് ഞാൻ കൊടുത്തത് ഇങ്ങനെ ഒരു സാധനം വരണ്ടിട്ട് അവര് കൊളത്തിട്ടതാണ്. ആൾക്കാരെ കാര്യമായിട്ട് ഇത് പറയുമ്പോ നമുക്കാണല്ലോ റീച്ച്. അതെ. ഓക്കെ, അപ്പൊ ഞാനിപ്പോ ഇങ്ങനെ റിഷാൻ വന്നപ്പോ തൊട്ട് ഇങ്ങനെ നോക്കുകയാണ്. ഇപ്പൊ എവിടെയൊക്കെ എനിക്ക് തൊപ്പിനെ പോലെയൊക്കെ തോന്നുന്നുണ്ട്. എന്നാ ഞാൻ തൊപ്പി എന്റെ ഏട്ടനാണ്. പിന്നെ അതെ ഇജാതി പൊട്ടത്തി എടോ, എല്ലാരും ഇത് പറയൂ. എന്നെ കണ്ട തൊപ്പിനെ പോലെ ഉണ്ട്, ഡാബ്സിനെ പോലെ ഉണ്ട്, ദുൽഖർ സൽമാനെ പോലെ. സോറി, ഇല്ല എല്ലാരും പറയും, അധികം പറയും. ചില തൊപ്പിക്കും ഡാബ്സിക്കും ഉണ്ടായ മോനെ അതെല്ലാം പറയും. നമുക്കൊരു ബന്ധമില്ല, തൊപ്പിയായിട്ട് എനിക്കൊരു ബന്ധമില്ല. എന്തോ മെസ്സേജ് അങ്ങനെ അയച്ചെന്നല്ലാണ്ട് തൊപ്പിയായിട്ട് എനിക്കൊരു ബന്ധമില്ല. ഇല്ല, ഏതോ സ്റ്റേജ് ഷോയിലും പിന്നെ ഏതൊക്കെ ഒരു വീഡിയോ പൈസ എന്ന് പറഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? അപ്പൊ അതിനകത്ത് ലുക്കിൽ എവിടെയൊക്കെ മുടി പിന്നെ നോക്ക് ചിലപ്പോ ഉണ്ടാവും. അല്ല മുടി പിന്നെയൊക്കെ ചിലപ്പോ കറക്റ്റ്. ഇല്ല തൊപ്പിനായിട്ട് ഞാൻ പറഞ്ഞല്ലോ കണക്ഷൻസ് എന്ന് പറയാൻ ആകെ മെസ്സേജ് അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കാണെങ്കിൽ നമ്മുടെ സെഗ്മെന്റിലോട്ട് പോവാം. നമ്മുടെ ഷോയുടെ പേര് എന്ന് പറഞ്ഞാൽ ചക്കമ്പക്കം എന്നാണ്. അപ്പം അതൊന്നും എനിക്കറിയില്ലേനു കേട്ടോ. ഞാൻ പറഞ്ഞപ്പോ കേട്ടില്ലേ? ചക്കമ്പക്കം അറിയാം, എന്തോ സെഗ്മെന്റുള്ള കാര്യം അത് വരികയാണ്. നമ്മളാണെങ്കിൽ നെഗറ്റീവ് ഒന്നും പറയാൻ പാടില്ല. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ വേണ്ട, പറ്റില്ല, ഇല്ല, അങ്ങനത്തെ ഒരു ഭാഷകൾ ഉപയോഗിക്കാൻ പാടില്ല. ഫുൾ എന്താ പറയാ,
എന്താ പറയാ, ഇല്ല ഈ വാക്കുകളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വാക്കുകൾ വന്നു കഴിഞ്ഞാല് ഒരു പണിഷ്മെന്റ് ഉണ്ട്. വേൾഡിൽ തന്നെ ഏറ്റവും സ്പൈസിയസ്റ്റ് ആയിട്ടുള്ള 4 സോസുകൾ ഇവിടെ കൊണ്ടുവന്ന് വെക്കും. അപ്പം വേൾഡിൽ തന്നെ ഏറ്റവും സ്പൈസിയസ്റ്റ് ആയിട്ടുള്ള 4 സോസുകൾ ഞാൻ തരും. അപ്പൊ തെറ്റിക്കഴിഞ്ഞാല് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും നെഗറ്റീവ് വന്നു കഴിഞ്ഞാല് ചിക്കനും തരും. ചിക്കൻ അത് കൂട്ടി കഴിക്കണം. ചിക്കൻ തരും. ഓക്കെ, തുടങ്ങാം. എനിക്കും ഉണ്ടോ? ഇതെന്താ? നീ കഴിച്ചാ ഞാൻ കഴിക്കും. എല്ലാണ്ട് ഒരു പരിപാടി ഇല്ല, ഒരു പാലട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും. എന്തൊരു കഷ്ടാ. ഞാൻ എന്താ പറയണ്ടേ? നീ ഒന്നും പറയണ്ട, നീ ഇല്ലാന്ന്. റാപ്പിനെ പറ്റിയോ? അങ്ങനെ പറഞ്ഞില്ലെങ്കിലോ? പറഞ്ഞില്ലേ? പരിപാടി ജയിച്ചു, നമ്മള് ജയിച്ചു, കൈമുട്ടി. സമ്മാനം ഉണ്ട്, ലാസ്റ്റ് സമ്മാനം ഉണ്ട്. ഓക്കെ, അപ്പൊ ഗെയിം സ്റ്റാർട്ട് നൗ. ഓക്കെ, റാപ്പിനൊക്കെ എങ്ങനെ റാപ്പൊക്കെ എങ്ങനെ പോകുന്നു? അടിപൊളിയായിട്ട് പോകുന്നു. ഓക്കെ, ഒരുപാട് മറ്റേ തൊണ്ട കീറി ഒരുപാട് സൗണ്ട് പാടുന്ന പാട്ടൊക്കെ കേട്ടിട്ടുണ്ട്. അല്ലാണ്ട് നോർമൽ പാട്ട് പാടൂ? പാടും. ഒരു പാട്ട് പാടൂ. ഏത് പാട്ടാ വേണ്ടത്? ഏതെങ്കിലും പാടിക്കോ. ഏത് പാട്ടാ അവിടെ? അപ്പൊ ഇല്ലാന്ന് ഞാൻ പറയൂല, ഐം സോറി. ഇതിപ്പോ ഇതെടുക്കോ? ഇല്ലല്ലോ. എല്ലാം എടുക്കൂ. നീ പാട്ട് പാടുവോ? എനിക്ക് പാടാറിയില്ല. ഓയോ മോളെ, ഞാൻ പറഞ്ഞല്ലോ ഒരു രക്ഷയില്ല. ഞാൻ എവിടുന്നാ വന്നതെന്നുള്ള നീ ആദ്യം അതിനെ പറ്റി ഒന്ന് അന്വേഷിക്കണായിരുന്നു. കൊടുക്കോളക്ക് ചിക്കനും സോസും ഞാൻ സെലക്ട് ചെയ്യാം. ഇല്ല മോളെ, ലെവൽ 1 എവിടെ? ലെവൽ 1 2 ഐ ഡോണ്ട് കെയർ. കൊടുക്കവക്ക് 4 നിന്നെ കൊടുത്തിട്ട് ഞാൻ അവിടുന്ന് പോകും. ചിക്കൻ പീസ് സോസ് വേണോ? എനിക്ക് വേണ്ട, നീ ഒഴിച്ച് കഴിച്ചു. ഇത് ലെവൽ 1 ആണ്. ലെവൽ 1 ആണ്. ഞാൻ സോസ് കുഴിക്കാറില്ല. വെറുതെ പറ്റിക്കാണ് എന്റെ ടൊമാറ്റോ സോസ് കൊടുത്തത്. നോക്കട്ടെ, പറ്റൂല. ഇല്ല, ചില്ലി സോസ് കൊടുക്കാൻ. ചില്ലി സോസ് ഇത് ലെവൽ 1 ആണ്. ലെവൽ 1 കുറച്ച് കുറഞ്ഞതാ. കുറച്ചില്ല, ഇത് തരൂല്ല. കട്ട് ചെയ്യും. ചിക്കൻ വേണോ? വേണ്ട, കഴിച്ചു. ഇതന്നെ ലെവൽ 1. ഇത് സ്കീം. ഇത് പറ്റൂല കേട്ടോ. ചിക്കൻ വേണോ? അല്ലെ എനിക്ക് കഴിക്ക്. ഞാൻ കഴിച്ചോണ്ടിരിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് നോക്ക്. അടിപൊളി. എരുണ്ടാ? അതൊരു നെഗറ്റീവ്. അത് നെഗറ്റീവ്. പിന്നെ ചില്ലി സോസിന് എരുണ്ടാവില്ലേ? ഇല്ല, അടുത്തത് കൂടെ. നീ പറ. പാട്ടൊക്കെ പാടിക്കാൻ ഒരുപാട് ഫാൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഇങ്ങനെ മെസ്സേജ് ഒക്കെ അയക്കാറുണ്ട് ആരെങ്കിലും ഒക്കെ, കല്യാണം കഴിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്? അതെ ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്. എന്തൊക്കെയാ പറയാറ്? കല്യാണം കഴിക്കണം. അങ്ങനല്ല, അത് നിങ്ങള് വിപുലീകരിച്ച് പറയാമോ? സ്ക്രീൻഷോട്ട് അടിച്ചാൽ മതിയോ? എന്താണ് വീട്ടിലിങ്ങനെ തന്നെ ചെങ്ങായി? അതെ. ആണോ? വളരെ. ഇതൊന്നല്ല ഞാനിപ്പം അതെ ബ്രോ, ഇതൊന്നും സുഖമില്ല. സത്യം സുഖമില്ല. ഇതൊന്നുമല്ല. അത് കുടിച്ചാളി. കുടിച്ചാളിയാ? ഇതല്ല ഞാൻ ഇപ്പൊ കുടിച്ചത്. ഒരു ഗ്ലാസ് കിടക്ക ഒഴിച്ചു കുടിക്കുന്നത്. ഇതൊന്നും അല്ലാന്ന് പറഞ്ഞില്ലേ ഇപ്പ? ആ 3 കൂടെ ഇട്ടിട്ട് അങ്ങോട്ട്. പറ്റട്ടെ. ഒന്നും പറ്റത്തൊന്നുമില്ല. ഓക്കെ, എന്നിട്ട് ഓക്കെ. ഭയങ്കര എന്ത് സോസാണ് ഇത്? ഇങ്ങനത്തെ സോസ് കൊച്ചു തരല്ലേ. ഓക്കെ, സെഗ്മെന്റ് കഴിഞ്ഞു. ഇനി നമുക്ക് ഞാൻ ഡെയിലി ഇങ്ങനെ കഴിക്കല്. സെഗ്മെന്റ് കഴിഞ്ഞു. ഇനി അല്ല ഇല്ലാന്ന് പറഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ. ഇനി വേണമെങ്കിൽ ഇല്ല.
അൽഹംദുലില്ലാ. ഹൈറ്. ഓക്കെ, അപ്പൊ എന്തൊക്കെ വരാറ് മെസ്സേജും ഇതൊക്കെ? കുറച്ച് അങ്ങനെ ഇങ്ങനെ നോർമലായിട്ട് ഇങ്ങനെ നമുക്ക് ഇഷ്ടം അങ്ങനെ എങ്ങനെയാന്നെല്ലാം പറയും. അല്ലാണ്ട് പ്രത്യേകിച്ച് ഇപ്പോ എന്റെ ബാക്ക് തൂങ്ങലില്ല, പറഞ്ഞിട്ടങ്ങ് പോകും. ആണോ? ഈ ഞാൻ പൊതുവെ എല്ലാരും നല്ല കമ്പനി ബേസിൽ എല്ലാരും സംസാരിക്കാം. പുതിയ ഒരു സ്ട്രേഞ്ചർ മെസ്സേജ് അയച്ചാൽ പോലും ഞാൻ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കും. എല്ലാവർക്കും റിപ്ലൈ കൊടുക്കൂല, എനിക്ക് റിപ്ലൈ തന്നില്ലേ? തന്നില്ല അതന്നെ. അല്ല ഞാൻ ഇതൊന്നല്ല അല്ല വാട്ടെവർ ഈ കണ്ടില്ലേ ഇവള് ഭയങ്കര പോയാന്ന് മനസ്സിലായി. ആർക്കെല്ലാം മെസ്സേജ് അയച്ചിട്ടുള്ളൂ ഭയങ്കര മോശം, വളരെ മോശം. 2 ഹലോ അയച്ചിട്ടുണ്ടോ അതേ ഉള്ളൂ. അല്ല ഹലോ ഞാൻ ഹായ് ഒരു ഇന്റർവ്യൂ ഉണ്ട് അങ്ങനെയാണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ ഹലോ ഞാൻ ഹായ് ഒരു ഇന്റർവ്യൂ ഉണ്ട് ഞാൻ പറഞ്ഞു ഓക്കെ ഇത്രേ ഉള്ളൂ. അപ്പൊ ഈ ബീവിന്റെ മ്യൂസിക്കൽ വീഡിയോ ഇറങ്ങുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പം ബീവിനെ കണ്ടുപിടിച്ചോ? ഇല്ല, ബീവിനെ കണ്ടുപിടിക്കണം. ഞാൻ അതിന്റെ പരിപാടിയിലുള്ളത്. ഇപ്പൊ വിത്തിൻ ഡേയ്സ് അത് പരിപാടി സ്റ്റാർട്ട്. ആണോ? എങ്ങനത്തെ ബീവിയാ? എന്നെ പോലത്തെ? അല്ല, എന്തായാലും അല്ല. ഇതിന് ഒരു ഇതൊക്കെ ഇടും. പറ, ഇങ്ങനെ അപമാനിക്കണ്ടായിരുന്നു. ഇത് എഡിറ്റ് ചെയ്യുമ്പോ മറ്റേ സാധനം തരണം എനിക്ക്, മറ്റേ അത് തരണം പ്ലീസ്. ഇത് പറഞ്ഞു ചേച്ചി. എങ്ങനത്തെ ബീവിയാ? ബീവി അങ്ങനെയൊന്നുമില്ല. ലൈക്ക് എനിക്ക് ഒരു ഞാന് മനസ്സിൽ ഇങ്ങനെ ഒരു നോക്കി വെച്ചിട്ടുണ്ട്. നോക്കാം, ലെറ്റ്സ് സീ ഇറ്റ്. എന്നാലും ആ മനസ്സ് എന്റെ കുഞ്ഞുമോളെ ഇന്നല്ല പറഞ്ഞില്ലല്ലോ. ഇല്ലടാ, ഞാനത് ഇപ്പൊ കാസ്റ്റിംഗ് പരിപാടി ഒന്നും തുടങ്ങിയിട്ടില്ല. അതിന്റെ ബാക്കി പ്രീ പ്രൊഡക്ഷൻ്റെ ഉള്ളത്. അപ്പൊ അതിന്റെ അകത്ത് ഉള്ള പരിപാടിയിലുള്ളത്. അപ്പൊ പുതിയ വർക്ക് ഏതാ? പുതിയ ഒരുപാട് വർക്ക് ഉണ്ട്. ലൈക്ക് ഇപ്പോ റാപ്പാണെങ്കിൽ ഞാൻ സിംഗിൾസ് ആണെങ്കിൽ പറയണെന്ന് വെച്ചാൽ ഒരു സാധനം സദീഖ് എന്ന് പറഞ്ഞ ഒരു സോങ് വരുന്നുണ്ട്. അതിന്റെ പരിപാടിയിലുള്ളത്. അതിനുശേഷം കുറച്ച് സാധനങ്ങൾ വരുന്നുണ്ട്. എനിക്കൊന്നും ഫസ്റ്റ് അസോസിയേറ്റ് ചെയ്തത് MHR ആയിട്ടാണ്. അപ്പൊ MHR ആയിട്ട് എങ്ങനെയാ, ലൈക് മുമ്പ് പരിചയം ഉണ്ടായിരുന്നു? ഞാൻ മൂപ്പരുടെ ഒരു യൂട്യൂബ് വീഡിയോ കണ്ടിട്ടാണ് ഞാൻ മൂപ്പരെ കോണ്ടാക്ട് ചെയ്യുന്നത്. മറ്റേ തല്ലുമാലയുള്ള സോങ് ചെയ്തത് എങ്ങനെയാന്നുള്ള. അപ്പൊ തല്ലുമാല സോങ് എങ്ങനെയാ ചെയ്തെന്നുള്ള സാധനം കണ്ടപ്പോ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചതാണ്. അങ്ങനെ പരിചയതാണ്. ഓക്കെ, അപ്പൊ അത് പറഞ്ഞപ്പോഴാണ് ഗുരുവായൂരമ്പല നടയിൽ പാടിയിട്ടുണ്ടല്ലോ. അവിടെ അതിനകത്ത് ഏത് പോർഷനാ പാടി? മറ്റേ എട്ടാം പണി ഊരാ കെട്ടാണിനി തീരാ ചുറ്റാണിനി ഏതോ ഗുളികന്റെ അപഹാരം പോലെ തൊന്തരവ് വള്ളിക്കെട്ട് വള്ളിക്കെട്ട് ഇവളെ ഞാൻ അടിക്കും. പോന്നേലിടയ്ക്ക് അവളെ അടിക്കും. ഒന്നിക്കില്ല മെഹർ എല്ലാം റിഷ്. ഇല്ല രണ്ടാളോ ഡോറ് തുറന്ന് പുറത്തു. മെഹർ എന്തായാലും ഉണ്ടാവും. അതൊന്ന് വെറുതെ വിചാരിക്കുന്ന അവളെ ഇവിടെ കിടത്തി ഉറക്കും ഞാൻ. ചുമ്മാ മജാക്ക സ്ത്രീ പീഡനം. സുബ്ഹാന ജലാല ഞാനിത് എടിയാ ബന്ധപ്പെട്ടെ. ആ ഡോർ ലോക്കല്ലോ ഇഷാനെ ഇതെല്ലാം റെക്കോർഡ് ചെയ്താൽ ഇവിടെ ഒന്നും നടന്നിട്ടുണ്ടാവും പറഞ്ഞത്. പുറത്തു പോയല്ലേ. ഇനിയിപ്പോ ഞാൻ പുറത്തിറങ്ങുമ്പോ മറ്റേ സാധനം ആയിരിക്കും. മറ്റേ നീലക്കോയിൽ മീഡിയ എല്ലാം വന്നിട്ട് മറ്റേ സാധനം കൊടുക്കാൻ വേറെ പിടിപ്പിച്ചു ഇതല്ല കട്ടിയാണെ പഠിച്ചോടി. ഇതൊന്ന് പുറത്തു പോലെ ആ പെണ്ണോട് കെട്ടിക്കില്ല പ്ലീസ്. കെട്ടാത്തോണ്ട് പെട്ടെന്ന് സ്ലിപ്പ് ആയത്. കെട്ടാത്തോണ്ട് അല്ല ശരിക്കും എന്താ കെട്ടാത്തെ? അതിനുള്ള ഒരു റെഡിക്കുള്ള ഒരു എനിക്ക് ആപ്റ്റായിട്ടുള്ള ഒരു കൊച്ചിനെ കണ്ടേ. അല്ല എന്താണ് ഒരു കുട്ടിയില് വേണ്ടത്? അങ്ങനെയല്ല, തല കാല് മൂക്ക് വായി ഇതൊക്കെ പട്ടി കേറി പിടിക്കതാ. അതല്ല ഒരു എന്താണ് ഒരു കുട്ടീനെ കാണുമ്പം എന്തെങ്കിലുമൊക്കെ വേണ്ടേ? വേണം. പിന്നെ ഇവള് സുഖില്ല. ഇഷ്ടം തോന്നാൻ അത് നമുക്ക് തോന്നുന്ന ഒരു ഇഷ്ടം. അങ്ങനെ കാണുമ്പോ തോന്നിയില്ല. അല്ല തോന്നിയില്ല മീൻസ് അവർക്ക് തോന്നിയില്ല. തോന്നിയുണ്ട് ഇഷ്ടം പോലെ ആൾക്കാര്. ബസ്സിനെല്ലാം പോകുമ്പോ ഒരുത്തനെ കണ്ട ഓളങ്ങ് തോന്നും. പിന്നെ ഓളങ്ങ് പോകും. പിന്നെ കാണൂലല്ലോ. അതേപോലെ പക്ഷെ എനിക്ക് ലൈക്ക് ഈ ഒരു സ്വഭാവക്കാരനാണല്ലോ ഞാൻ. അപ്പൊ ഇത് ആപ്റ്റായിട്ടുള്ള ഒരു കൊച്ചിനമാണല്ലോ. അല്ലാണ്ട് 2 ദിവസം കഴിഞ്ഞാൽ ടച്ച് പോകല്ലോ. സ്വാഭാവികം. ഇല്ല ഞാൻ പറഞ്ഞു. അപ്പം മനുഷ്യന്മാരല്ലേ. അല്ലാണ്ട് അപ്പൊ അത് അങ്ങനെ നോക്കുന്നുണ്ട്. കിട്ടുമായിരിക്കും. ആണോ? എങ്ങനെ നോക്കണേ? കണ്ണോണ്ട്. അതല്ല പുറത്തിറങ്ങിയാണോ നോക്കണത്? ഒരേലകത്തിരുന്നിട്ട് നോക്കുന്നതാണ്. ഒരേലകത്ത് 4 ചുമരല്ലേ ഉള്ളൂ. ആരെ കാണാനാണ്? അല്ല ഞാൻ ഉദ്ദേശിച്ച ഇൻസ്റ്റാഗ്രാമിൽ കൂടെയാണോ നോക്കണേ? ഇൻസ്റ്റാഗ്രാമിൽ കൂടെ അല്ല. എനിക്ക് നാണം വന്നത്. ഇതാണോ നാണം? നല്ല വൃത്തികെട്ട നാണം. നീ ഒന്ന് കാണിക്കട്ടെ.
അല്ല ഓളൊന്ന് നാണമാനത്തില്ലാത്ത ഇഞ്ഞൊന്ന് നാണിക്ക്. അറിയാൻ പാടില്ല. അപ്പം ഏതെങ്കിലും ഒരു പാട്ട് കുറച്ച് പാടാൻ പറ്റുമോ നമുക്ക് വേണ്ടിട്ട്? ഏതെങ്കിലും ഒരു പാട്ട്. റാപ്പ് ആണെങ്കിൽ റാപ്പ് ഫാൻസിന് കുറച്ചും കൂടെ. ഏത് പാട്ടാ? മീൻസ് ഇപ്പൊ ഞാൻ പാടിയില്ല ഒരു പാട്ട്. ഇപ്പൊ പാടിയതല്ല, ഇപ്പം റിഷാൻ തന്നെ ചെയ്തിട്ടുള്ളതില് BV അല്ലാണ്ട് ഏതെങ്കിലും. അങ്ങനെ ഗുരുവായൂരമ്പല നടയിലും അല്ല കേട്ടോ, അതും അല്ലാണ്ട്. ഞാൻ ചെയ്തത് പിന്നെ അർബാബ് പാടാം. ഞാൻ പച്ചമലയാളി മറുനാട്ടിൽ ജോലി, കലം കുറയായി നാട്ടിൽ കേട്ടു കേൾവിയായി, ആളെ മുമ്പിൽ കണ്ടാൽ ചോദ്യം നിനക്കെന്താ ജോലി, മറുപടിയായി ദാറ്റ്സ് നോൺ ഓഫ് യുവർ ജോലി. മാൻ പെണ്ണു കെട്ടാനായി പക്ഷെ ഗവൺമെന്റ് ജോലി, പെണ്ണിന്റെ പെണ്ണു അങ്ങ് ദുഫായിൽ കൂലി, കണ്ട നാള് തൊട്ട് എന്റെ ഉള്ളിലുള്ള ഭൂതി, ഈ വിടം വിട്ടെങ്ങോട്ടും എത്തിക്കല്ലേ ദേവി, മരുഭൂമി മണ്ണു തന്നെ എന്തിനേക്കാൾ കേമി, പ്രവാസം ദുരിതം എന്ന ക്ലിഷയൊക്കെ മാറി, കയ്യിൽ കാശ് വന്നപ്പോ ചെക്കനങ്ങ് കേറി, അലിഫ് ബാത്താവ് വെച്ച് ഞാനും ഫ്ലൈറ്റ് കയറി, ഈ അർബാബ് വന്ന് കൈഫ് ഹാലക്കെന്ന് ചൊല്ലി, നല്ല ചെറിയാന്ന് വെച്ച് ഞാൻ സ്തംഭനായി, സബ് ടൈറ്റിൽസ് ഇല്ലാതെ പറ്റില്ലാതെയായി, വേറെ വഴി ഇല്ല പുള്ളി അറബി എങ്കിൽ അറബി. ഓക്കെ, നൈസ്. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം തന്നെ ചോദിച്ചതാണ് BV കാരണം ലൈഫിൽ ഉണ്ടായിരുന്ന ചേഞ്ചസ് എന്താ, അതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല. എന്തൊക്കെയാണ് ലൈക്ക് ഇല്ല കൂടുതൽ ഫേമസ് ആയി അങ്ങനത്തെ ഒന്നും പറഞ്ഞില്ലല്ലോ നിങ്ങൾ കേട്ടോ? ഇല്ല, അത് മറ്റേ സെഗ്മെന്റിന്റെ ഇടയ്ക്കായിരുന്നു. അതൊന്നോടെ പറയും. ഇപ്പൊ ലൈക്ക് ആൾക്കാരൊക്കെ പുറത്തൊക്കെ പോകുമ്പോ ആൾക്കാർ ഇങ്ങനെ സോറി ഓക്കെ. അപ്പൊ നമ്മളാണെങ്കിൽ ഒരു സെഗ്മെന്റിലോട്ടാണ് പോകുന്നത്. ഈ സെഗ്മെന്റിന്റെ പേരാണ് സ്പോട്ട് റാപ്പ്. അപ്പൊ ഞാൻ കുറച്ച് വിഷയങ്ങൾ തരും, അപ്പൊ അതിനെപ്പറ്റി ഒരു റാപ്പ് പാടണം. ശ്രമിക്കാം. ഓക്കെ, ഫസ്റ്റ് വെള്ളയപ്പം. വെള്ളയപ്പത്തിനോട് പാട്ടുണ്ടല്ലോ. അത് വട്ടയപ്പാണ്. വെള്ളയപ്പം ഉണ്ടെങ്കി താട്ടെ ഇല്ലേ ഞങ്ങള് പോട്ടെ. വെള്ളയപ്പം മാറി, വിഷയം മാറി. വട്ടയപ്പം എന്തെങ്കിലും അത് വേറെ, ഇത് വെള്ളയപ്പം. ഇതങ്ങനെയല്ല, വേറെ വിഷയം. വെള്ളയപ്പത്തിന് വെച്ചിട്ടൊരു പാട്ട് പാടണം. വെള്ളയപ്പം എല്ലി വിള അതല്ലേ ഇപ്പൊ പാടിയേ. ഓക്കെ, എന്നാ സോസാ മുझे तुमसे प्यार का. ഇത് ഭയങ്കര ചീറ്റിംഗ് ആണ്. ഞാൻ റാപ്പ പാടാൻ പറഞ്ഞത്. അതുപോലത്തെ വിഷയം എന്താ? സോസ് എന്താ? സോസ് അങ്ങനെയൊക്കെ പാടുന്ന തൊലി വിരിഞ്ഞു. ഞാൻ കരിയറുണ്ട് ഇവിടുന്ന്. സോസാണ് മേല. ഈ ഫീൽഡിൽ ഇറങ്ങി പോയത് ഞങ്ങൾക്ക് ഭയങ്കര കോമ്പറ്റീഷനാ. ഇല്ല, ഡോണ്ട് വറി. വേറെ നല്ലൊരു വിഷയം എന്താ? സോസ് എല്ലാം വെച്ച് എന്ത് പാടാനാണ്? എന്നാ പച്ചക്കറിയാ? പച്ചക്കറിക്കായ ഇതാണ് നിങ്ങളെ റാപ്പ്. ഒരു മിനിറ്റ്, ഞാൻ ആലോചിക്കട്ടെ. ഇങ്ങനെ ഇരിക്കും എന്ത് പാട്ടാ ഞാൻ പാടണ്ട്? തരുന്നല്ലോ ഇതുപോലത്തെ. അടുത്ത ഫ്രഷ് സാധനമുണ്ട്. പച്ചക്കറി കണ്ടുപോയി. അയ്യോ, ഞാൻ പറഞ്ഞു. വേണ്ട, പച്ചക്കറി. ഞാൻ സോസ് കൊടുത്തിട്ട് പച്ചക്കറി എന്ന് പറയുമ്പോ പച്ചക്കറി, തക്കാളി പച്ചോള, തക്കാളി പച്ചോള, കറിയില് മുളക്. മാണ്ട വൃത്തികേട്ട സാധനം. ഞാൻ അറ്റ്ലീസ്റ്റ് എഴുതുകയും ചെയ്തിട്ട് നടക്കും. അത് പറ്റത്തില്ലയോ, എന്നെ കൊല്ലല്ലേ സാറേ. ഓക്കെ, അടുത്തത് സിമ്പിൾ സാധനം തരാം. തൊപ്പി സിമ്പിൾ ആണ്. തൊപ്പിനെ വെച്ചിട്ട് റാപ്പ് പാടാൻ പാടില്ലേ? ഇവളെ ഞാൻ പറഞ്ഞല്ലോ, ഒരു മെനയില്ലാത്ത ക്വസ്റ്റ്യൻസ് ഇവിടെ ചെയ്യുന്നത്. നല്ല തൊപ്പി വെച്ചിട്ട് പച്ച തൊപ്പി, മഞ്ഞ തൊപ്പി. ഇവർക്ക് ഈ ഒരു സ്റ്റാൻഡേർഡ് മതി. ഞാൻ അങ്ങനെ കൊടുക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ എന്നെ ഡിഗ്രേഡ് ചെയ്യാൻ താല്പര്യം. സൂപ്പർ ഇത് തരാം. മെഹർ ഫാത്തിമ. അത് നടക്കും. ഛർദിക്കാൻ വരുന്നു. ഞാൻ പാടാം. മെഹർ ഫാത്തിമ. ഒരു രാവിലെ മെസ്സേജ് വന്ന് മെഹർ എന്ന പേരുള്ള കുട്ടിക്ക് തന്നെ. അവളെന്ന് ചോദിച്ച് ഇന്റർവ്യൂക്ക് വിളിച്ചു. അപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് കണ്ട് ഓള മോന്ത കണ്ടപ്പോ തന്നെ കണ്ണടിച്ചു. ഇതെന്ത് സാധനം? മൊയന്തല്ല മമ്പോത്തല്ല കുരിപ്പല്ല. ഞാനില്ലേ കളിക്ക്
ഒരാളിങ്ങനെ ഇനി പറഞ്ഞ സ്ത്രീ പീഡനം ബോഡി ഷേമിംഗ് ആയി ഒക്കെ അയക്കണം. ബോഡി ഷേമിംഗ് ഇവിടെ വന്നിട്ടില്ല. അതാ എന്താ പോത്തെന്നൊക്കെ പറഞ്ഞു, മൊയന്ത്, പിന്നെ എന്താ പോത്തെന്ന് പറഞ്ഞു, ചെമ്പോത്ത്, മമ്പോത്ത് മമ്പോത്ത് ഒക്കെ പറഞ്ഞു. ഇതൊക്കെ ജീവികളാണ്. അത് തന്നാലും പറയാൻ പാടില്ല ഒരു സ്ത്രീനെ പറ്റി. സ്ത്രീ. അപ്പൊ നമ്മള് അടുത്തൊരു സെഗ്മെന്റിലോട്ട് പോവാണ്. ഈ സെഗ്മെന്റിന്റെ പേരാണ് ഉരുളക്കുപ്പേരി. എന്താ പേര്? ഉരുളക്കുപ്പേരി. ഓക്കെ. അപ്പൊ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് പറയും. ഇതിനാണെങ്കിൽ ഫ്രാങ്ക് ആയിട്ട് സീരിയസ് അല്ല സത്യസന്ധമായിട്ടുള്ള ഉത്തരങ്ങൾ പറയണം. ഓക്കെ? തരാം. ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരിക്കൽ തേച്ചിട്ട് പോയ പെൺകുട്ടിയെ പ്രതീക്ഷിക്കാത്ത സാഹചര്യത്തിൽ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇല്ല. എന്താ അത് ഇല്ല ഉണ്ടെന്നല്ലേ ചോദ്യത്തിന്? ഇല്ല, എക്സ്പ്ലനേഷൻ പറയണം. ഇല്ല, കാണാത്തോണ്ട് ഓളങ്ങനെ ഇറങ്ങിയിട്ടുണ്ടാവില്ല. ഇതിപ്പോ ഓളടുത്ത് ഞാൻ ഇത് കാണുന്നു പറഞ്ഞിട്ട് ആരെങ്കിലും പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് കൊണ്ടുപോയി ഏതാ ഇവ? ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത് ഇതിപ്പോ ഞാൻ എന്ത് എക്സ്പ്ലനേഷൻ ആയിട്ട് കൊടുക്കേണ്ടത്? എന്തൊരു ചോദ്യോ. ഓക്കെ. ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കാൻ വേണ്ടി ആരെങ്കിലും പറ്റിച്ച് കൂടെ കൂട്ടിയിട്ടുണ്ടോ? ഓഫ് കോഴ്സ്. ഏതാ ഇഷ്ടപ്പെട്ട ഫുഡ്? ചോറും നെയ്ച്ചോറും? അല്ല, എനിക്ക് അങ്ങനെയൊന്നുമില്ല. ഓരോ തോന്നലാണ്. ഓരോ തോന്നലാണ്. അപ്പൊ പറ്റിച്ചിട്ട് കൂട്ടേണ്ട ആവശ്യമില്ല. എന്റെ കൂട്ടത്തിലുള്ള ഫുഡ് കഴിക്കാൻ നമ്മൾ ചാടി ഇറങ്ങുന്ന ടീമുകളാണ്. സോ അങ്ങനെ ഒരു ഓപ്ഷൻസ് ഇല്ല. അപ്പൊ അതിന് എക്സ്പ്ലനേഷൻ ആണ് ഇത്. ഓക്കെ. അണ്ടർസ്റ്റുഡ്. ഏതെങ്കിലും യുവനടിയെ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അതെന്താ? സിൻസിയർ ആൻസർ. ഇല്ല. ഇത്ര കൂടുതൽ സിൻസിയർ ആർക്ക് കൊടുക്കുന്നവരോട് ഇല്ല. ആരെ സ്റ്റോക്ക് ചെയ്യാറൊന്നുമില്ല? ഇല്ലില്ല. സ്റ്റോക്ക് ചെയ്യുന്ന നടിമാരെ സ്റ്റോക്ക് ചെയ്തിട്ട് എന്ത് തേക്കാണ്? ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് ആരെയാ? അതിപ്പോ എങ്ങനെയാ? അങ്ങനെ പെൺകുട്ടികളെ ചില പെൺകുട്ടികൾ ഇങ്ങനെ കാണുമ്പോ നോക്കും വെറുതെ. മേഹറിന്റെ അങ്ങ് കാര്യം കയറില്ലേ പ്രൊഫൈല്? ഇറങ്ങി പോട്ടെ. വേണ്ട, ഇപ്പൊ പോലെ ഇത് കഴിച്ചു പോവാ. കാണണതൊന്നും. ഓക്കെ. ഫേക്ക് ആയി ആരെങ്കിലും മുത്തേ പൊന്നെ എന്ന് വിളിച്ചിട്ടുണ്ടോ? ഫേക്ക് അക്കൗണ്ടിൽ നിന്നല്ലോ. ഈ ക്വസ്റ്റ്യൻ എനിക്ക് മനസ്സിലായി. ചോക്ക് മനസ്സിലായില്ല. അതാണ് മെയിൻ. ഫേക്ക് ആയി മനസ്സിലായില്ലേ? ഒന്നുകൂടെ ചോദിക്കാം, ചോദ്യം ഓഡിയൻസിന് ക്ലിയർ ആവില്ല. ഫേക്ക് ആയി ആരെയെങ്കിലും മുത്തേ പൊന്നെ എന്നോ വിളിച്ചിട്ടുണ്ടോ? എന്നോ വിളിച്ചിട്ടുണ്ടോ? ഇല്ല. എന്താ അങ്ങനെ തോന്നാത്തോണ്ട് ഇവിടെ ഒരുതരം ഫേക്ക് ആയിട്ട്. ഞാനൊരു ഫേക്ക് വ്യക്തിയല്ല. ഐ എം വെരി സിൻസിയർ ഗൈ. വെറുതെ മുത്തേന്നെല്ലാം വിളിച്ചു നടക്കുന്ന എന്റെ ഭ്രാന്താണ് എനിക്ക്. റൊമാൻറ്റിക് ആയിട്ടുള്ള അങ്ങനെ വിളിക്കാത്തി നിന്റെ എക്സ് ഗേൾഫ്രണ്ടിനെ കാണാത്തി. അല്ല, എനിക്ക് തോന്നുന്നു അധികം റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരാളല്ല. ശരിയാ, റൊമാൻറ്റിക് ആണ് ബ്രോ. ക്രഷ് തോന്നിയ പെൺകുട്ടിയുടെ നമ്പർ കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല. ഇതെന്താ ഒന്നും ഇല്ല. ഇല്ലാത്തോണ്ട് മുട്ടുമല്ലോ അല്ലേ? അപ്പൊ ഞാൻ അതിന്റെ അകത്താണല്ലോ പോയി മുട്ടുക. ഓക്കെ. അപ്പൊ വിളിക്കാൻ തോന്നുമ്പോഴൊന്നും കുറച്ചൊക്കെ പറഞ്ഞായിരുന്നു. വിളിക്കാൻ തോന്നുമ്പോ ചാടി കയറിയിട്ട് ക്രഷിന്റെ അടുത്ത് ചോദിക്കുക, ആ നമ്പർ തരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാല് മണ്ടത്തരല്ലേ? അങ്ങനെയല്ലേ ചെയ്യേണ്ടത്. അത് സംസാരിച്ച് ഒന്ന് സെറ്റ് ആയിട്ട് ഇങ്ങോട്ട് തരണം, നമ്മൾ ചോദിക്കരുത്. നോട്ട് ദ പോയിന്റ് ഗൈസ്. ഓക്കെ. കൂടെ ഇരിക്കുന്ന ആളുടെ വാട്സ്ആപ്പ് സ്ക്രീൻ അയാൾ അറിയാതെ നോക്കിയിട്ടുണ്ടോ? നോക്കിയിട്ടുണ്ട്. അതിനിപ്പോ അതിന് എക്സ്പ്ലനേഷൻ വേണം. എപ്പോ നടന്നതല്ല പറഞ്ഞത്, എന്തെല്ലാം കഥയെ കൂടി പറഞ്ഞ എക്സ്പ്ലനേഷൻ വേണ്ട. ഇല്ല എന്ന് പറഞ്ഞാൽ ഓക്കെ എക്സ്പ്ലനേഷൻ. എന്ത് സാഹചര്യത്തിൽ അങ്ങനെ ചെയ്ത്? ചങ്ങായിമാരെ ഏതെങ്കിലും പെൺകുട്ടികളൊത്ത് മെസ്സേജ് അയക്കുമ്പോൾ നമ്മൾ നോക്കുമല്ലോ. അത് പറയണ്ട. വി നോ ദാറ്റ്. ഓക്കെ. പരീക്ഷയ്ക്ക് തുണ്ട് വെച്ചിട്ടുണ്ടോ? മറ്റേ ചതി അറിയോ? പഠിച്ചിക്കോന്ന് ചോദിക്കുക, എന്നാ ഇല്ല എന്ന് പറയാ. തുണ്ട് വെക്കലാണ് മെയിൻ പരിപാടി. പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. പരീക്ഷയ്ക്ക് പഠിച്ചിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, അത് സ്വാഭാവികം. തുണ്ട് വെച്ചിട്ടുണ്ടോ? അതെ. റൂം ഒരു പ്രാവശ്യം പിടിച്ചിട്ടുണ്ട് എന്നെ തുണ്ട് വെച്ചിട്ട്. എന്റെ ബയോളജി ബോട്ടണിന്റെ ഫുൾ എക്സാം, പബ്ലിക് എക്സാമിന്റെ മൊത്തം ഇങ്ങനെ വരഞ്ഞിട്ട് കോപ്പി എഴുതി വെച്ചു. എന്നിട്ട് പിന്നെ ഒരു പേപ്പർ തന്നു പറഞ്ഞു ഇതിന്റെ അകത്ത് എഴുതിക്കോ. ഞാൻ പറഞ്ഞു ഇതന്നെ എങ്ങനെയോ തുണ്ട് വെച്ച് എഴുതിയതാ. ഇനി ഞാൻ ഇതിന്റെ അകത്ത് എഴുതാനാണ് ഇതന്നെ കെട്ടി കൊടുത്തേ. ഭാഗ്യത്തിന് അതിന്റെ പാസ്സായിട്ടുണ്ട്.
ഫ്രണ്ടിന്റെ പേഴ്സിൽ നിന്നും പൈസ മോഷ്ടിച്ചിട്ടുണ്ടോ? ഒരു പ്രാവശ്യം. എപ്പോഴാ? ഞാനും എന്റെ 4 ഫ്രണ്ട്സ് ഉണ്ട്. നമ്മളെ ഫ്ലാറ്റിലുള്ള കോഴിക്കോട് ഫ്ലാറ്റിലുള്ളപ്പോ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. മൂപ്പരെ പേഴ്സ് അവന്റെ പേഴ്സിൽ പൈസ കെട്ടുണ്ട്. അവന് കണക്കറിയാത്ത പൈസ ഉണ്ടാവും. മീൻസ് അത്ര റിച്ച് ആണ്. എന്നിട്ട് ഇവന്റെ അടുത്ത് ഫുഡ് മേടിച്ചു തരുമെന്ന് ഞങ്ങൾ 4 ആളും ഇങ്ങനെ വട്ടത്തിലിരുന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇവൻ ടോയ്ലറ്റ് കയറി 2000 എടുത്തിട്ട് വേറെ ഫ്രണ്ടിന്റെ പോക്കറ്റിൽ വെച്ചിട്ട് ആ ഫ്രണ്ട് പറഞ്ഞു ഞാൻ മേടിച്ചു തരാം ഫുഡ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ അവന് ഭയങ്കര ഹാപ്പി. അങ്ങനെ ഞങ്ങൾ പോയിട്ട് ഒരു 2 ബക്കറ്റൊക്കെ മേടിച്ച് മറ്റേ KFC ബക്കറ്റൊക്കെ മേടിച്ച് തിന്ന് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു അടുത്ത് പറഞ്ഞു ഈ പൈസ ആരുതാന്ന് അറിയോ നിന്റെതാണ്. അപ്പൊ അവൻ ഇങ്ങനെ പൈസ ഒക്കെ എണ്ണി നോക്കിട്ട് പറഞ്ഞു ഇല്ലല്ലോ എന്റെ അല്ലല്ലോ. 2000 രൂപ പോയി എനിക്ക് അറിഞ്ഞിട്ടില്ല. അത്ര അപ്പോഴാണ് ആദ്യമായിട്ട് മോഷ്ടിച്ചത്. ചെറുപ്പത്തിലൊന്നും മോഷ്ടിച്ചിട്ടില്ല? ഇല്ലില്ല. ഓക്കെ, വിശ്വാസമില്ല എന്നാലും ഓക്കെ. എന്താണ് ഇത് നീ എന്റെ മുഖത്ത് കുറച്ച് കള്ള ലക്ഷണം ഉണ്ടെന്നേ ഉള്ളൂ. ഞാൻ ഡീസന്റ് അതൊക്കെ.